ഒറ്റയടിക്ക് തീർത്താ. ഇത് ഇങ്ങനെ കഴിക്കേണ്ട സാധനമല്ല. ഇനി സാക്ഷാൽ അമൃതായാലും എനിക്ക് ഇങ്ങനെ പറ്റും. പണ്ട് മുതലുള്ള ശീല. അവിടെ വേറെ ആരും ഇല്ലേ? തൊട്ട് നാവരിലൊക്കെ ഒന്നും ഇല്ലാണ്ട് പോയല്ലോ. എന്താ ചോദിച്ചേ? അല്ല, സരസ്വതമ്മയുടെ വീട്ടിലെ അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അമ്മയ്ക്കും അമ്മയും. അച്ഛൻ പണ്ടേ പോയി. അമ്മയ്ക്ക് ഹസ്ബൻഡ് ഇല്ലേ? വിവാഹം കഴിക്കാതെ കണ്ട ഹസ്ബൻഡ് ഉണ്ടാവുക എന്ന് പറയണത് അങ്ങ് അമേരിക്കയെ പതിവുണ്ടാവും. ഈ നാട്ടിൽ അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ല. വിഷ്ണുള്ളപ്പോ പറയാൻ പറ്റില്ല. വാസുവേട്ടന് വിഷ്ണുവിന്റെ അച്ഛനെ ഒരു മോഹം ഉണ്ടായിരുന്നു. അരങ്ങിലെ കൂട്ടുകാരി തന്നെ ജീവിതത്തിലും കൂട്ടായ കൊള്ളാണ്. വാസുവേട്ടനാണെങ്കിൽ ഇതൊന്നും പുറത്തു പറയാതെ കൊണ്ടു നടന്നു. ഒന്നോ രണ്ടോ വട്ടം എന്നോട് മാത്രം സൂചിപ്പിക്കുകയുണ്ടായി അന്ന്. പിന്നെ എന്ത് പറ്റി? വല്യമ്മാവിനുള്ള കാല. അങ്ങേരുടെ തീരുമാനത്തിന് എതിര് പറയാൻ വാസുവേട്ടന് തന്റേതുണ്ടായില്ല. സരസ്വതിക്കാണെങ്കിൽ കൊള്ളാവുന്ന പല ആലോചനകളും ഞാനും നമ്പീശിലൊക്കെ പലയിടത്തോടും കൊണ്ടുവന്ന. ഇനി അങ്ങനൊന്നും വേണ്ടാന്ന് പറഞ്ഞ് അങ്ങനെ എടുക്കുക. അത് തന്നെയാ സരസ്വതിയുടെ അമ്മയുടെ വിഷമം. അഭിനയിക്കാൻ തന്നെ ജനിച്ച സ്ത്രീയാ സരസ്വതി. ആരുടെയും വീട്ടുകാരി അവനല്ല. അപ്പൊ ഞാൻ വിടുക. അല്ല, ഒന്നുകൂടെ. ഇതായി സാധനത്തിന്റെ കുഴപ്പം. ആവശ്യത്തിനായാലും പിന്നെയും വേണമെന്ന് തോന്നും. പക്ഷെ നമ്മൾ പിടിച്ചു നിൽക്കണം. പിന്നെ കുട്ടി സ്നേഹമായിട്ട് ചോദിച്ച സ്ഥിതിക്ക് ഒന്നുകൂടെ ആവാം.